ഞങ്ങൾ 2006 കൺവെൻഷൻ ആരംഭം ഇടാൻ കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളേറ്റ സുവിശേഷം ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം, മാനസാന്തരത്തിൻ്റെ അനുഭവം, അനേക ജനങ്ങൾക്ക് കിട്ടിയ അനുഭവം, അതിനെല്ലാം ഒന്ന് മറ്റുള്ള ആളുകളിലേക്ക് അറിയിക്കുക എന്നുള്ള ഒരു അത്യന്തമായിട്ടുള്ളൊരു ആവേശം മനസ്സിലുണ്ടായിരുന്നു. കുറച്ചുകൂടെ വ്യക്തത പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനം. ആ പ്രചോദനം കൊണ്ടാണ് ഞങ്ങളന്ന് ആളുകളെ ഒരുമിച്ച് കൂട്ടാനും എല്ലാ ആളുകളും, പ്രത്യേകിച്ച് ഇടവയിലെ അടഞ്ഞിരിക്കുന്ന പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് കൂടി സുവിശേഷം കിട്ടട്ടെ എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ ചെയ്തു തുടങ്ങിയത്. അത് ഈ വർഷങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിനു മുമ്പും ആദ്യ ഒരു ഘട്ടത്തിൽ തുടങ്ങി, ഇടയ്ക്കൊന്ന് നിർത്തി വീണ്ടും രണ്ടാമത് തുടങ്ങിയാണ് 2006 മുതൽ നമ്മൾ കാണുക. അത് ഇതുവരെ ഉള്ള ക്രമീകൃതമായിട്ട് പോകുന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് കൂടുതൽ ആഴങ്ങളിൽ ചെയ്യാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പ്രാർത്ഥനാ കൂട്ടായ്മ, പ്രാർത്ഥനാ മീറ്റിംഗ് അത് തുടങ്ങിയപ്പോഴത്തേക്ക് അതിൽ തന്നെ അനേക അനുഭവങ്ങൾ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു. തമ്പുരാൻ ഇടപെടുന്നതും തമ്പുരാൻ തൊടുന്നതും തൊട്ടതും അനേക അനുഭവങ്ങൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞു, കൈകൊണ്ട് സ്പർശിക്കാൻ കഴിഞ്ഞു. ആ അനുഭവങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ഞങ്ങൾ തോന്നി. 1, 2, 3 വ്യക്തികൾക്കല്ലോ, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇടവകയുടെ ഈ ഫോറോണ തലങ്ങളിൽ വരുന്ന ആളുകളെ അത്രയും വിശാലത നമുക്ക് കിട്ടിയാൽ ആ മേഖലകളിലേക്കെങ്കിലും സുവിശേഷം ആഴങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രചോദനം. അതുകൊണ്ട് അനേക രോഗശാന്തികൾ, അനേക സൗഖ്യങ്ങൾ, അനേക മാനസാന്തരങ്ങൾ, രക്ഷയുടെ അനുഭവങ്ങൾ, ജീവിതം നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാനിട വന്നു. ആ സമയങ്ങൾ അത് കൂടുതൽ ആഴങ്ങളിൽ മറ്റാളുകളിലേക്ക് എത്തിക്കാൻ, ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ സുവിശേഷ പ്രഘോഷണത്തിന് അതിന് പ്രത്യേകതയായ കൺവെൻഷൻ ഞങ്ങൾ ആരംഭിച്ചതും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ധ്യാനത്തിൻ്റെ 2ാം ദിവസമാണ്. ഒരു ധ്യാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും പറയാൻ പറ്റും. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരല്പം കൂടി ദൈവത്തോട് കൂടുതൽ അടുക്കുക, ഒരല്പം കൂടി നമ്മുടെ കൂടെ ജീവിക്കുന്നവരോടും അയൽക്കാരോടുമൊക്കെ കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കുവാൻ പഠിക്കുക. അങ്ങനെ നമ്മൾ ഓരോ ധ്യാനത്തിലും പങ്കെടുത്ത് ഓരോ പ്രാവശ്യവും ദൈവത്തോട് അല്പം കൂടി അടുത്ത് കഴിയുമ്പോൾ, മനുഷ്യരോട് അല്പം കൂടി അടുത്ത് കഴിയുമ്പോൾ, നമ്മുടെ മരണം വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് വളരെയധികം അടുത്തിട്ടുണ്ടായിരിക്കും, മനുഷ്യരോട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്നത് വഴി 1 ഡിഗ്രിയെങ്കിലും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, 1 ഡിഗ്രിയെങ്കിലും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരോട്, അയൽക്കാരോട്, മറ്റു മനുഷ്യരോടൊക്കെ കൂടുതൽ അടുക്കുവാൻ കഴിഞ്ഞാൽ ഈ ധ്യാനം ഏറ്റവും കേമമായി, ഏറ്റവും ഗംഭീരമായി നമുക്ക് പറയാൻ പറ്റും. അപ്പം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ, മനുഷ്യരോട് കൂടുതൽ അടുക്കുവാൻ, അതിലുള്ള അനുഗ്രഹം, കൃപ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പാപത്തോട് വിട പറഞ്ഞ് പുണ്യത്തിൽ ജീവിക്കുവാൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വസന്തം വിരിയുകയാണ്. അതുപോലെ തന്നെ മറ്റു മനുഷ്യർക്ക് ശാപമാകുന്നതിന് പകരം വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെയൊക്കെ നമ്മൾ അനുഗ്രഹമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വസന്തം വിരിയിക്കുകയാണ്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു ചെന്ന് ദൈവത്തെ പിതാവായി അംഗീകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ കുടികൊള്ളിച്ചുകൊണ്ട് ആ സ്നേഹം മറ്റു മനുഷ്യർക്ക്
പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വസന്തകാലമായി മാറും. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ വസന്തം വിരിയിക്കുന്ന കാലമാക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വസന്തം വിരിക്കുവാൻ ഇന്ന് കർത്താവ് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മൾ വായിച്ചു കേട്ടത് നല്ല സമറിയക്കാരൻ്റെ ഉപമയാണ്. ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എത്രയോ പ്രാവശ്യം കേട്ടതാണ്, ഇതിലെന്ത് സദ്വാർത്ത ഇരിക്കുന്നുവെന്ന്. പക്ഷേ ഈ ഉപമയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതും നമ്മുടെ ഹൃദയത്തിലുള്ളതുമായിട്ടുള്ള ചില മനോഭാവങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ഈ ഉപമയിലൂടെ മനുഷ്യ ജീവിതത്തിലെ 3 മനോഭാവങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നാമത്തെ മനോഭാവം നിന്റേതെല്ലാം എന്റേതാണ് എന്ന മനോഭാവമാണ്. കള്ളന്മാരുടെ മനോഭാവമാണത്. യേശു പറയുകയാണ്, ഒരു മനുഷ്യൻ ജെറൂസലേമിൽ ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കള്ളന്മാരിൽ ആക്രമിക്കപ്പെട്ടു. അവൻ്റെ വസ്തുവകളിൽ അപഹരിച്ചെടുത്തതിന് ശേഷം അവർ പോകുകയാണ്. എന്തായിരുന്നു അവരുടെ മനോഭാവം? പിടിച്ചുപറിക്കാൻ കയ്യൂക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വസ്തുവകകൾ എൻ്റേതാകാമെന്ന തത്വശാസ്ത്രം, അല്ലെങ്കിൽ നിന്റെ പോക്കറ്റിലുള്ളത് എൻ്റെ പോക്കറ്റിൽ വരണമെന്ന സിദ്ധാന്തം. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് ഈ മനോഭാവമുള്ളവരുടെ സംഖ്യ ഏറി വരികയല്ലേ? കള്ളക്കടത്ത് നടത്തുന്നവൻ്റെ മനോഭാവം എന്താണ്? കരിഞ്ചന്ത നടത്തുന്നവൻ്റെ മനോഭാവം എന്താണ്? കൈക്കൂലി വാങ്ങുന്നവൻ്റെ മനോഭാവം എന്താണ്? അന്യന്റെ ഭാര്യയെ തട്ടിപ്പറിച്ചെടുക്കുന്നവന്റെ മനോഭാവം എന്താണ്? അന്യന്റെ ഭർത്താവിനെ അപഹരിക്കുന്നവരുടെ മനോഭാവം എന്താണ്? നിന്റേതെല്ലാം എൻ്റേതാകണം എന്ന മനോഭാവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ലോകം തന്നെ മാറണമെങ്കിൽ ഈ കള്ളന്മാരുടെ മനോഭാവത്തിന് മാറ്റം വന്നേ മതിയാകൂ. നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിമിഷത്തിൽ മറ്റുള്ളവന് അർഹതപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ യേശു പറഞ്ഞ ഭൂമിയിലെ കള്ളന്മാരുടെ മനോഭാവമാണ് നമുക്കുള്ളത്. പിന്നെ ഈ ധ്യാനം നടത്തുന്ന ഈ ദിവസം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നിന്റേതെല്ലാം എൻ്റേതാണ് എന്ന മനോഭാവത്തോടു കൂടിയാണോ ഞാൻ ജീവിക്കുന്നതെന്ന്? രണ്ടാമത്തെ മനോഭാവം യേശു അവതരിപ്പിക്കുന്നത്, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കാണാതെ പോകുന്ന 2 പേരുണ്ട്. ഒരു പുരോഹിതനും ഒരു കുട്ടി പുരോഹിതനും. എന്തായിരുന്നു അവരുടെ മനോഭാവം? എൻ്റേതെല്ലാം എൻ്റേത് മാത്രമാണ്. എനിക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് ദൈവം അറിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ്. എനിക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമാണ്. എൻ്റെ കഴിവുകൾ, എൻ്റെ വസ്തുവകകൾ ഞാൻ ഒരിക്കലും ആരുമായും പങ്കുവെക്കില്ല. ദൈവം തന്ന ദാനത്തെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാത്ത മനോഭാവമാണത്. ആ മനോഭാവത്തിന് യേശു ചോദ്യം ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചോദിക്കണം, എൻ്റേതെല്ലാം
എൻ്റേതാണെന്ന് കരുതിക്കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ടോ? ചില കുടുംബങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ, വലിയ വഴക്കുണ്ടാകും. എന്തിനാണ് വഴക്കുണ്ടാകുന്നത്? മാതാപിതാക്കൾ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അവരുടെ വസ്തുവകകൾ മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. പക്ഷേ ചിലരത് ചെയ്യില്ല, മരിച്ചാലും ചെയ്യില്ല. മരിക്കാൻ കിടക്കുമ്പോഴും സ്വത്ത് പ്രായം വന്ന മക്കൾക്ക് കൊടുക്കാത്ത മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവരെല്ലാം പിടിച്ചു വയ്ക്കുകയാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഫലം എന്തായിരിക്കും? അവർ മരിച്ചു കഴിയുമ്പോൾ നല്ല ഐക്യത്തിലും കൂട്ടായ്മയും ജീവിച്ച കുടുംബത്തിൽ പിശാചു വന്ന് കയറും, അത് നരകമായി തീരും. സ്വത്തിനു വേണ്ടി മക്കൾ കലഹിക്കാൻ തുടങ്ങും. മറിച്ച് ആ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ആ സ്വത്തുക്കൾ ശരിയായ വിധത്തിൽ പങ്കുവെച്ചു കൊടുത്തിരുന്നെങ്കിൽ അങ്ങനൊരു ഗതികേട് ആ കുടുംബത്തിലുണ്ടാകുമായിരുന്നു. എനിക്ക് ശേഷം പ്രളയമെന്ന മനോഭാവമല്ല വേണ്ടത്, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന മനസ്സുകളാണ് നമുക്ക് ആവശ്യം, പങ്കുവയ്ക്കുന്ന മനസ്സുകൾ. അതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, എൻ്റേതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്? മൂന്നാമത്തെ മനോഭാവം, എൻ്റേതെല്ലാം നിൻ്റേതും കൂടിയാണ്. എനിക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദൈവം അറിവ് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ദൈവം സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാൻ വേണ്ടി ദൈവം നൽകിയ ദാനങ്ങളാണ്. അതുകൊണ്ട് എൻ്റേതൊക്കെ നിൻ്റേതും കൂടിയാണ്. നല്ല സമറിയക്കാരൻ്റെ മനോഭാവമാണത്. സ്വർഗം തുറക്കപ്പെടുന്ന മനോഭാവമാണത്. സ്വർഗം നേടിത്തരുന്ന മനോഭാവമാണത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടം കിട്ടുന്ന മനോഭാവമാണത്. അപ്പം അത്തരത്തിലുള്ള മനോഭാവങ്ങളാണ് നമ്മൾ കൈവരിക്കേണ്ടത്. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നിൻ്റേതെല്ലാം എൻ്റേതാണെന്ന് കരുതി ജീവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്? എൻ്റേതെല്ലാം എൻ്റേത് മാത്രമാണെന്ന് കരുതിയാണ് ഞാൻ ജീവിക്കുന്നത്? എൻ്റേതെല്ലാം നിൻ്റേതാണെന്ന് കൂടി കരുതി നല്ല സമറിയക്കാരനെ പോലെ നല്ലൊരു ഹൃദയവുമായിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവം നമ്മളിൽ സംപ്രീതനാകും, ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടാകും. നമ്മുടെ കരവേലകളെ, നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എത്രമാത്രം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നുവോ ദൈവം നമ്മളോടും കൂടുതൽ അടുക്കും. വിശുദ്ധ യാക്കോബ് പറയുന്നില്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുമോ അത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയാലോ, 50-60 വർഷങ്ങൾക്ക് മുമ്പ് ഈ മരുതോങ്കരയിലേക്കൊക്കെ കുടിയേറി പാർത്ത നമ്മുടെ പൂർവികർ എത്രമാത്രം ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്, എത്രമാത്രം വേദനകൾ അവർ സഹിച്ചിട്ടുണ്ട്, എത്ര മരണങ്ങൾ തന്നെ അവരുടെ കൺമുമ്പിൽ അവർ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ദേവാലയത്തിൽ പണ്ട് കോഴിക്കോടുണ്ടായിരുന്ന അച്ഛന്മാർ എഴുതി വെച്ചത്, ഇവിടെ തന്നെ മരിച്ചവർ 137 ആളുകളാണ്. പക്ഷേ പല ഗ്രാമങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവർ നിരവധിയാണെന്ന്. അങ്ങനെ മരിക്കുകയും അങ്ങനെ രോഗങ്ങൾ വരികയും ചെയ്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം മാറി ഒരു സുവർണകാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുവാനും ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള കരുത്തിന് വേണ്ടി നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു കഥ ഓർക്കാറുണ്ട്. പലപ്പോഴും പലരും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം, നീ എൻ്റെ ദൈവമാണ്, നീ അതാണ് ഇതാണെന്നൊക്കെ പറയും. ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും,
അപ്പോൾ അങ്ങനെയുള്ളവരെ കളിയാക്കിക്കൊണ്ടൊരു കഥ പറയാറുണ്ട്. അതായത് ഒരു മാർപ്പാപ്പയ്ക്ക് കലശലായ രോഗം പിടിപെട്ടു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയുടെ കരൾ പ്രവർത്തിക്കുന്നില്ല. അന്നത്തെ കാലത്ത് കരൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മരിച്ചു പോവുകയാണ് പതിവ്. അപ്പോൾ പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്. 2 ലക്ഷത്തിലധികം ആളുകൾ മാർപ്പാപ്പയെ കാണുവാനായിട്ട് വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കായുടെ അടുത്ത് വന്നിട്ടുണ്ട്. മാർപ്പാപ്പ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവരോട് സംസാരിച്ചു. അല്പനേരം മാത്രമേ സംസാരിച്ചുള്ളൂ. അനാരോഗ്യം കാരണം അദ്ദേഹം അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ മട്ടുപ്പാവിൽ ഒരു കർദിനാൾ പ്രത്യക്ഷപ്പെട്ടു. കർദിനാൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാർപ്പാപ്പയ്ക്ക് സുഖമില്ല, അദ്ദേഹത്തിൻ്റെ കരൾ പ്രവർത്തിക്കുന്നില്ല. എല്ലാ മനുഷ്യരും അവിടെ ഉണ്ടായിരുന്ന 2 ലക്ഷത്തിലധികം ആളുകൾ തേങ്ങി കരയാൻ തുടങ്ങി. മാർപ്പാപ്പ മരിക്കാൻ പോകുന്നു. അപ്പോൾ ഈ കർദിനാൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, മാർപ്പാപ്പയുടെ കരൾ മാറ്റിവെക്കുകയാണെങ്കിൽ മാർപ്പാപ്പ രക്ഷപ്പെടും. നിങ്ങളിൽ ആരാണ് മാർപ്പാപ്പയ്ക്ക് കരൾ കൊടുക്കുവാനായിട്ട് തയ്യാറായിട്ടുള്ളത്? 2 ലക്ഷത്തിലധികം ആളുകൾ കൈകൾ ഉയർത്തി. അന്തരീക്ഷത്തിൽ 4 ലക്ഷത്തിലധികം കൈകൾ. എല്ലാവരും പറയുകയാണ്, എൻ്റെ കരളെടുത്തുകൊള്ളൂ, എൻ്റെ കരളെടുത്തുകൊള്ളൂ, അത് മാർപ്പാപ്പയ്ക്ക് കൊടുക്കൂ എന്ന്. കർദിനാളാകെ അങ്കലാപ്പിലായി. 2 ലക്ഷത്തിലധികം കരൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഒരു കരൾ മാത്രമേ ആവശ്യമുള്ളൂ. ഉപ്പിലിട്ട് വയ്ക്കാനും പറ്റില്ല, ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ എനിക്ക് ഉണക്കി വയ്ക്കേണ്ടി വരും. അങ്ങനെ മാർപ്പാപ്പ അകത്തേക്ക് പോയി. മറ്റ് കർദിനാളന്മാരുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. എന്നിട്ട് വീണ്ടും മാർപ്പാപ്പ കർദിനാൾ അവിടെ വന്നു. കർദിനാൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, മാർപ്പാപ്പയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കരൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇത്രയധികം കരൾ നമുക്ക് ആവശ്യമില്ല. ഒരു കരൾ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഈ ഇതുപോലെ ബാൽക്കണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഉണ്ട്. ഈ ബാൽക്കണിയുടെ മുകളിൽ നിന്നും ഞാനൊരു തൂവലെറിയും. ആ തൂവൽ ആരുടെ തലയിൽ വന്നിരിക്കുന്നു ആ വ്യക്തി മാർപ്പാപ്പയ്ക്ക് കരൾ കൊടുക്കണം. കേട്ടവർക്കൊക്കെ വളരെ ദുഃഖമായി. കാരണം അവർ എന്നിട്ട് പറയാണ്, വേണ്ട, എൻ്റെ കരളെടുത്തുകൊള്ളൂ, എൻ്റെ കരളെടുത്തുകൊള്ളൂ എന്ന്. പിന്നെ നാടകീയമായ രംഗങ്ങളാണ്. ഈ തൂവൽ വലിച്ചെറിയപ്പെട്ടു. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നല്ല കാറ്റാ. ഈ കാറ്റിൽ ആടി ഉലഞ്ഞെങ്ങനെ തൂവൽ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, എൻ്റെ കരളെടുത്തുകൊള്ളൂ, എൻ്റെ കരളെടുത്തുകൊള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി പതുക്കെ കണ്ണുകൾ ഉയർത്തി നോക്കി. ഇതാ തൂവൽ തലയിലേക്ക് വരുന്ന അമ്മയ്ക്ക് ഒറ്റ തട്ട് കൊടുത്തു. തൂവൽ ഇങ്ങനെ പിന്നെയും പറന്ന് നടക്കുകയാണ്. തൂവൽ പറന്ന് നടന്ന് പറയുന്നത്, ആരുടെ തലയിലും ഇരുന്നില്ല, മാർപ്പാപ്പ കരൾ കിട്ടാതെ ചത്തുപോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാവരും തലയിൽ വരാതിരിക്കാനായിട്ട് തട്ടിക്കളയുകയും ആളുടെ തലയിൽ അത് ഇരിക്കാതിരിക്കുകയും ചെയ്തു. ഈ തലയിൽ തട്ടിക്കളയുമ്പോഴും അവർ കണ്ണടച്ച് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കരളെടുത്തുകൊള്ളൂ, എൻ്റെ കരളെടുത്തുകൊള്ളൂ. ഇത് കാപട്യമല്ലേ? അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾ പറയും, കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? പക്ഷേ കർത്താവ് പറയാണ്, മോനെ, ഭാര്യയോടൊന്ന് ക്ഷമിക്കില്ല. ഭർത്താവിനോടൊന്ന് ക്ഷമിക്കില്ല. അയൽക്കാരനോടൊന്ന് ക്ഷമിക്കില്ല. ഇനിയൊരു പനി വന്നു, സഹനം, അപ്പോൾ തന്നെ ദൈവത്തിന് കുറ്റമായി. ഇതെന്താണ് എപ്പോഴും എനിക്ക് പനി? ഓരോ ചോദ്യങ്ങളാണ്. ദൈവം എന്തെങ്കിലും തൂവൽ നമ്മുടെ തലയിലേക്ക് അയക്കുകയാണെങ്കിൽ അതൊക്കെ തട്ടിക്കളഞ്ഞ് എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ദൈവമേ, നിന്റെ ഹിതം നിറവേറ്റണമേ. സ്വർഗസ്ഥനായ പിതാവിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ തിരുഹിതം എൻ്റെ
ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നൊക്കെ നമ്മൾ പറയും. പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ ചെറിയ കാര്യങ്ങൾ, ദൈവം ചോദിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവണം. ഇപ്പം ചില ആളുകളോട് പറയാണ്, ഇപ്പോൾ കുമ്പസാരത്തിന് പോയി, അപ്പം അച്ഛൻ പറയാണ്, അയാളോട് ചോദിക്കുകയാണ്, അല്ല വല്ലവരോടും വഴക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛൻ, ആരോടും അങ്ങനെ വഴക്കൊന്നുമില്ല. ആ പിന്നെ എൻ്റെ ചേട്ടനോട് മിണ്ടിയിട്ട് 30 കൊല്ലമായി. ആരോടും വഴക്കില്ല, 30 കൊല്ലമായി ചേട്ടനോട് മിണ്ടിയിട്ട്. അപ്പം അച്ഛൻ ചോദിക്കാൻ എന്താ കാരണം? കാരണം എന്ന് വെച്ചാൽ ഒരിക്കൽ ചേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു. അന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ കുടിയിറക്കി പിണ്ടം വച്ചു, പടി അടച്ച് പിണ്ടം വച്ചു. പിന്നെ ഞാൻ മിണ്ടിയിട്ടില്ല. എൻ്റെ അടുത്തൊന്ന് മാപ്പ് ചോദിക്കാനൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. എന്നിട്ട് പറയുന്നത് ആരോടും പിണക്കമില്ല, ആരോടും വൈരാഗ്യമില്ല. സ്വന്തം ചേട്ടനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. ഇതുപോലെയാണ് പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ കാണാതെ പോകുന്നു. തെറ്റുകൾ കാണണം. ദൈവം അയക്കുന്ന തൂവലുകൾ, ദൈവം അയക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ശാപമാകുന്നതിന് പകരം അനുഗ്രഹമാകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ചുറ്റുപാടിലും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പല മനുഷ്യരും പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നില്ലേ, അല്ലെങ്കിൽ ടി വിയിലൂടെ കാണുന്നില്ലേ, എങ്ങനെ ശാപമാകാമെന്ന് ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാ പലരും. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ പ്രവർത്തിക്കേണ്ടതും എല്ലാം എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാം, എങ്ങനെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് സന്തോഷം നൽകാം, എങ്ങനെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ട് ആനന്ദം നൽകാം. പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ളവരോട് നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ തന്നെ നമ്മൾ മദർ തെരേസ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. മദർ തെരേസ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നിനക്ക് വേണ്ടി സുന്ദരമായ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. നമ്മളും പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി, എൻ്റെ അയൽക്കാർക്ക് വേണ്ടി എന്തെങ്കിലും സുന്ദരമായത് ചെയ്യാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. അങ്ങനെ ഒരു നന്മയുടെ കാലം, വസന്തകാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ധ്യാനം പുണ്യത്തിൻ്റെ ദിനങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ